മോഹൻലാലിനെതിരെ അദ്ദേഹം മതമൗലികവാദിയാണോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ എമ്പുരാൻ മൂവിക്ക് ശേഷം ഒരുപാട് ഉയർന്നിരുന്നു. എന്നാൽ അതിനുശേഷം തൻ്റെ പ്രേക്ഷകരോട് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു, മാപ്പ് പറഞ്ഞിരുന്നു എഫ് ബിയിലൂടെ. തൻ്റെ പ്രേക്ഷകർക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ താൻ ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെയായിരുന്നു അദ്ദേഹം തൻ്റെ എഫ് ബിയിൽ പോസ്റ്റ് ഇട്ടത്. എന്നാൽ ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിനെതിരെ ഒരു വിമർശനം വന്നിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം വിദേശത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പരിപാടിയിൽ, കമോൺ കേരള എന്നൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നു. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ശരിയല്ലേ? അദ്ദേഹം ഒരു മതമൗലികവാദിയാണോ എന്ന ആക്ഷേപം ശരിയല്ലേ എന്നുള്ളൊരു ചോദ്യം ഇതോടൊപ്പം ഉയരുകയാണ്. സാറിന് എന്താണ് തോന്നുന്നത്? ഇതിനകത്ത് ഇപ്പൊ ഈ ആക്ഷേപമായിട്ട് നിൽക്കുന്നത് സംഘപരിവാർ ഹാൻഡിലുകളാണ്. ഒരുപക്ഷെ ആ ഒരു ആക്ഷേപം അവർ ഉന്നയിക്കുന്നതിനകത്ത് തെറ്റ് പറയാൻ പറ്റത്തില്ല. കാരണം ഇദ്ദേഹം ഇപ്പം ഇത് ശരിയാണെങ്കിൽ, അതിനകത്ത് വ്യക്തത വന്നിട്ടില്ല. ശരിയാണെങ്കിൽ മോഹൻലാലും പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന മാധ്യമം അല്ലെങ്കിൽ മീഡിയ വൺ ജമാഅത്ത് ഇസ്ലാമിയുടെ അവരും ഇത്തരത്തിലൊരു പരിപാടിക്കകത്ത് മോഹൻലാൽ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ചില വാർത്തകൾ മാത്രമാണ് പറയുന്നത്. രണ്ടുപേരും അതിനകത്ത് വ്യക്തത വരുത്തി പറഞ്ഞാലേ നമുക്ക് അദ്ദേഹം അതിനകത്ത് പങ്കെടുക്കുന്നുണ്ടോ എന്ന് നമുക്കറിയാൻ സാധിക്കില്ല. ഏതായാലും അത്തരത്തിലൊരു പ്രചരണമുണ്ട്, വാർത്തയുമുണ്ട്. അപ്പം അതിനകത്ത് നമുക്ക് ഈ ആൾക്കാർ സംശയിക്കുന്നതിനകത്ത് കുറ്റം പറയാനൊക്കെ. ഏറ്റവും അവസാനം ഈ മോഹൻലാലിന്റെ ഈ പറയുന്ന ഗുജറാത്ത് കലാപവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിനിമ ഉണ്ടല്ലോ, ഒരു വിഭാഗത്തെ മാത്രം മോശമാക്കി കാണിക്കുന്ന ഒരു സിനിമ. അതിനകത്ത് പ്രധാനപ്പെട്ട ഈ അൽഖ്വയ്ദ തീവ്രവാദിയുടെ തലവൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതിനകത്ത് അത്തരത്തിലുള്ള കഥാപാത്രത്തെയാണല്ലോ പുള്ളി അവതരിപ്പിക്കുന്നത്. അതൊക്കെ പോട്ടെ, അത് നമുക്കങ്ങ് വിടാം. സിനിമയാണെന്നൊക്കെ വിചാരിക്കും. പുള്ളി തെറ്റ് പറ്റിയതാണെന്നോ അല്ലെങ്കിൽ പുള്ളി അത് കണ്ടിട്ടില്ലെന്നോ ഒക്കെ പറയുന്ന വാദം ശരിയായാൽ പോലും ഇപ്പം ഈ അൽഖ്വയ്ദയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന കമോൺ കേരള എന്ന് പറയുന്ന പരിപാടിക്കകത്ത് ഇദ്ദേഹം പങ്കെടുക്കുകയാണെങ്കിൽ അതിനകത്ത് സംശയത്തിന്റെ നിലയിലേക്ക് മോഹൻലാൽ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. കാരണം ഈ രാമജന്മഭൂമിയുടെ അല്ലെങ്കിൽ അദ്ദേഹം അവിടുത്തെ അമ്പലത്തിന്റെ ഈ അല്ലെങ്കിൽ അമ്പലം തുറന്നു കൊടുക്കുന്ന ഫംഗ്ഷൻ ഉണ്ടായിരുന്നല്ലോ. ലോകത്ത് വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രം പ്രത്യേക VIP ക്ഷണം ഉണ്ടായിരുന്നിടത്ത് കേരളത്തിൽ നിന്ന് വിരളയിലുണ്ടാവുന്ന ആൾക്കാർക്ക് മാത്രം ക്ഷണം ഉണ്ടായിരുന്ന സമയത്ത് മോഹൻലാലിനെ വിളിച്ചിട്ട് മോഹൻലാൽ വളരെ ബുദ്ധിപൂർവം അതിനകത്തുനിന്ന് ഒഴിഞ്ഞു നിന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അന്നത് വലിയ ചർച്ചയായതാണ്. അപ്പൊ ചില ആൾക്കാരൊക്കെ പറഞ്ഞു പുള്ളി മതേതരനാണ്. കാരണം പുള്ളി ഹിന്ദുവാണ്, ആ ആചാരത്തിനനുസരിച്ച് ജീവിക്കുന്ന ആളാണ്. അദ്ദേഹം അമ്പലത്തിൽ പോകുന്നത് കൊണ്ട് അദ്ദേഹം മതേതരവാദി അല്ല എന്നാരും പറയുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടിയെ പറ്റി എന്തെല്ലാം പറഞ്ഞു. അദ്ദേഹം പരസ്യമായിട്ട് 5 നേരം നിസ്കരിച്ചിട്ട് നാട്ടിലുടനീളം നടക്കുന്ന അദ്ദേഹത്തെ പറ്റി ആരും മതമൗലികവാദിയാന്ന് പറയുന്നില്ലല്ലോ. അദ്ദേഹം ശീലിച്ച ആ ശീലം, അദ്ദേഹത്തിന്റെ ജാതി അതിനെ ഉയർത്തിപ്പിടിക്കുന്നു. അദ്ദേഹം എല്ലാ ആൾക്കാരെയും ഒരുപോലെ കാണുന്നു. അപ്പൊ മോഹൻലാൽ ഒരു തന്ത്രജ്ഞൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരാളാണ്, കപടനാണ് എന്നുള്ള രീതിയിലേക്ക് ആൾക്കാർക്ക് സംശയം ഉണ്ടാകുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട് കാര്യങ്ങൾ. അതുപോലെ ഇദ്ദേഹം 2014 ശേഷം വിശ്വശാന്തി ഫൗണ്ടേഷൻ, അങ്ങനെയാണ് തോന്നുന്നത് അതിന്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മോദി വന്നതിന് ശേഷമാണ് ഉണ്ടാക്കിയത്. ഈ ഫൗണ്ടേഷനെ പറ്റി, അതിനകത്ത് വരുന്ന ഫണ്ടുകളെ പറ്റിയൊക്കെ ഇപ്പൊ ആശങ്കയുണ്ട്. അതിനകത്ത് എത്രത്തോളം വ്യക്തമാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ആശങ്കയോടുകൂടി മോഹൻലാലിന്റെ പുറകിൽ മോഹൻലാൽ ഇസ്ലാമിസ്റ്റുകളുടെ ആളാണ് എന്നുള്ള രീതിയിലേക്കുള്ള പ്രചരണം ഇപ്പം വ്യാപകമാകുന്നുണ്ട്. അതിന് ഉദാഹരണങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് വരുന്ന ചില കാര്യങ്ങളുണ്ട്. പിന്നെ രണ്ടാമത് ഇദ്ദേഹം മാപ്പ് പറഞ്ഞതിന് ശേഷം ഇദ്ദേഹം നിൽക്കുന്നതും അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതും ഒക്കെ നമുക്ക് ഇതുപോലെ സംശയം തോന്നുന്ന രീതിയിലേക്ക് തന്നെയാണ്. എമ്പുരാന്റെ പ്രൊമോഷൻ മറ്റു കാര്യങ്ങൾക്കും. അതുപോലെ സിനിമ എന്ന് പറയുന്ന, ഇപ്പൊ സിനിമയെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇസ്ലാമിസ്റ്റുകളുടെ തിട്ടൂരം, അവരുടെ ടൂളായിട്ട് സിനിമ ഭൂരിഭാഗം വരുന്ന സിനിമകൾ മാറുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ പറയുന്ന എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ ദിവസവും തള്ളുന്നുണ്ട് 350 കോടി രൂപ അങ്ങോട്ട് ലാഭത്തിലാണ്. സിനിമ പരിശോധിക്കുമ്പോൾ സിനിമ നഷ്ടത്തിലാണ്. ഇത്തരത്തിലുള്ള സിനിമകൾ, പല സിനിമകളും ചില പ്രത്യേക താല്പര്യക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന, വളരെ കൃത്യമായിട്ടുള്ള ഇസ്ലാമിസ്റ്റുകളുടെ താല്പര്യം സംരക്ഷിക്കുന്ന സിനിമകളാകുന്നു, അവരുടെ അജണ്ടകളാകുന്നു. അതിനുവേണ്ടി പ്രധാനപ്പെട്ട നടന്മാരെ ഉപയോഗിക്കുന്നു. അവരുടെ ഒരു വിഷയം വരുമ്പോൾ ഈ നടന്മാർ ഹാഷ്ടാഗുമായിട്ട് ഇറങ്ങുന്നു. നിങ്ങൾക്കറിയാവില്ലേ, ഏറ്റവും ആൾക്കാർക്ക് മനസ്സിലായി, ലക്ഷദ്വീപിൽ ഒരു വിഷയം ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? സിനിമാക്കാർ ആ വിഷയം ഏറ്റെടുത്തായിരുന്നു. ലക്ഷദ്വീപില് ഈ ഗുജറാത്തിൽ നിന്നുള്ള ഒരു IAS ഓഫീസറാണ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വന്നത്. അത് ഗുജറാത്തിൽ നിന്ന് IAS ഓഫീസർ വന്നുകൊണ്ട് എന്തുകൊണ്ട് ഗുജറാത്തിൽ നിന്ന് ഭൂരിപക്ഷം വരുന്ന ആൾക്കാർ ലക്ഷദ്വീപിലെ മുസ്ലിങ്ങളിൽ, ഗുജറാത്തിൽ നിന്ന് ആൾക്കാർ ഗുജറാത്ത് എന്തോ കശാപ്പ് ശാലയെ വല്ലതും. അപ്പം ഒരു നെറേറ്റീവിന്റെ കാര്യം ഞാൻ പറയാം. അപ്പം അതല്ല ഞാൻ പറയുന്നത്. അവിടെ ഇറാന്റെ ഒരു കപ്പൽ ഒരു നമ്മുടെ നേവി പിടിച്ചു. നേവി പിടിച്ചപ്പോൾ അതിനകത്തുനിന്ന് ആയുധങ്ങൾ കിട്ടി, ചാക്ക് കണക്കിന് ഈ പറയുന്ന മയക്കുമരുന്നുകൾ കിട്ടി.
ഇപ്പൊ നമ്മൾ പോരാടുന്ന സംവിധാനം, അതായത് ഇന്ത്യയിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നതിന് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും കൃത്യമായിട്ട് മയക്കുമരുന്ന് വന്നുകൊണ്ടിരുന്ന പ്രദേശം ലക്ഷദ്വീപ് വഴിയായിരുന്നു. അല്ലെങ്കിൽ ഈ ലക്ഷദ്വീപിലെ ആൾപ്പാർപ്പില്ലാത്ത പല ദ്വീപുകളും ഉണ്ട്, അവിടെ ആയിരുന്നു ഇത് സ്റ്റോക്ക് ചെയ്തത്. അപ്പൊ ഇതിന്റെ പരിശോധന വളരെ കൃത്യമായിട്ട് ഇറാൻ കപ്പലിന് ശേഷം ഗവൺമെന്റ് വ്യാപിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് തടസ്സം നേരിട്ടു. ആ തടസ്സത്തിനെ മറികടക്കുന്നതിന് വേണ്ടിയാണ് അതിനകത്ത് ഒരു മുസ്ലിമിനെ ഉപയോഗിച്ചത് ലക്ഷദ്വീപിൽ കയറി മോദി പിടിച്ചടക്കാൻ ശ്രമിക്കുന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രചരണം കൊണ്ടുവന്നത്. അന്ന് സിനിമാക്കാരെന്നല്ല ഈ ഈ പറഞ്ഞതുപോലെ ഈ ഹാഷ്ടാഗുമായിട്ട് ഈ സമരവുമായിട്ട് ഏറ്റവും മുമ്പ് നിന്ന് ആ സമയത്ത് അവർ വേറെ ദോഷിയായിട്ടുള്ള ഒരു നടി ഉണ്ടായിരുന്നു, ഒരു കൊച്ചു നടി. ഞങ്ങള് ഇന്ത്യ കൊടുത്തിട്ടില്ല, പിന്നെ തൃശ്ശൂർ കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഓർമ്മയുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടൊന്നും ഇന്ത്യ കൊടുത്തിട്ടില്ല, പിന്നെ കേരളം കൊടുക്കും. ഇന്ത്യ എവിടാ ഭരിക്കുന്നത് നമുക്കറിയത്തില്ല. അത്രയ്ക്ക് വേറെ ദോഷികളാ. ഏതെങ്കിലും സിനിമയിൽ വാലും തലയും കാണിച്ച് സിനിമ നടിയായിട്ട് വരുന്നത്. ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദി എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇന്ത്യ ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല, പിന്നെ കേരളം കൊടുക്കുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ ഒരു വിഷയം എന്ന് പറഞ്ഞ ഞാൻ ഉദാഹരണം പറഞ്ഞു. അപ്പൊ പോലെ ഈ പറയുന്നത് പോലെ മതമൗലികവാദികളുടെ തിട്ടൂരങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി പോലെ ലക്ഷദ്വീപിൽ വെച്ചായിരുന്നു എല്ലാ സിനിമയുടെയും ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം, ഏത് കുറഞ്ഞ ബഡ്ജറ്റുള്ള സിനിമയാണെങ്കിലും അവിടെ വെച്ച് ഷൂട്ട് ചെയ്യുമായിരുന്നു ഇടയ്ക്ക് വെച്ച്. ഈ രായപ്പൻ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, നമ്മുടെ പൃഥ്വിരാജിന് എന്തൊരു വേദനയായിരുന്നു ലക്ഷദ്വീപിന്റെ വിഷയത്തിൽ. അദ്ദേഹം ചാടി ഇറങ്ങിയേക്കൊല്ലായിരുന്നു. അപ്പൊ പരിശോധിക്കുമ്പോ ഈ പൃഥ്വിരാജിനെ നിയന്ത്രിക്കുന്നത് ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകൾ, അല്ലെങ്കിൽ സിനിമാ മേഖലയെ നിയന്ത്രിക്കുന്ന ഇസ്ലാമിസ്റ്റുകൾ. ആ ഇസ്ലാമിസ്റ്റുകളുടെ പുറയിൽ മയക്കുമരുന്ന് ലോബി എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് ഇവിടെ കൊണ്ടെത്തിക്കുന്നതിനകത്ത് രണ്ട് ഗുണമാണ് അഖിലെ, നമ്മൾ ഈ പ്രേക്ഷകർ മനസ്സിലാക്കണം. ഇവിടെ വരുമ്പോൾ ഒരു രാജ്യത്തെ ഇന്ത്യ മഹാരാജ്യത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന തീവ്രവാദികൾ തയ്യാറാകുമ്പോൾ അവർക്കിടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ബോംബൊന്നും പൊട്ടിക്കണ്ട, പലപോലെ തോക്കെടുത്ത് വെടിവെക്കുകയും വേണ്ട. ഒരു സമൂഹത്തെ ചെറുപ്പക്കാരിലേക്ക് ഈ മയക്കുമരുന്ന് വ്യാപനം ഉണ്ടാക്കിയാൽ അവൻ തന്നെ വീട്ടിൽ വന്ന് അമ്മയും പപ്പങ്ങളെ വെട്ടിക്കൊന്നുള്ളൂ, അല്ലെങ്കിൽ തലയ്ക്ക് സ്ഥിരമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പൊ അതേ രീതിയിൽ ഇവനെ ഈ രീതിയിൽ ആക്കുകയും ചെയ്യാം. ഇവിടുന്നുള്ള പണം മൊത്തം ആ മയക്കുമരുന്ന് വിറ്റവർക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അവരുടെ അജണ്ടകൾ കൃത്യമായിട്ട് നടക്കും. അതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്ന മേഖല ഏറ്റവും വലിയ ഈ പറയുന്ന കള്ളപ്പണം വെളുപ്പിക്കാൻ പറ്റുന്ന മേഖലയും ശ്രദ്ധിക്കാത്ത മേഖലയായിട്ടുള്ള സിനിമാ മേഖലയാ. അതിന്റെ ഭാഗമായിട്ടാണോ ഇപ്പൊ പ്രധാനപ്പെട്ട നമ്മളുടെ നടനായിട്ടുള്ള മോഹൻലാൽ പോലും വന്നിരിക്കുന്നതെന്നുള്ള ആശങ്കയാണ് ഇപ്പൊ. എന്നിട്ട് വ്യക്തതയില്ല, അതുകൊണ്ട് നമ്മളത് തീർത്ത് പറയുന്നില്ല. പക്ഷേ മോഹൻലാലിനെതിരെ ഇത്തരത്തിൽ ആക്ഷേപം വരുന്നു. അപ്പൊ മോഹൻലാലിനെ നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പറ്റുമോ? അദ്ദേഹം രാജ്യസ്നേഹിയായിട്ട് തോന്നുന്ന രീതിയിലേക്ക് മേജർ രവിയുടെ 2 സിനിമ അഭിനയിക്കാൻ അദ്ദേഹത്തെ ഈ പട്ടാളത്തിന്റെ വേഷം കൊടുത്ത് കേണൽ പദവി കൊടുത്തേക്കുന്നത്. കേണൽ പദവി എന്ന് പറയുന്നത് നിസ്സാരമല്ല, ചുമ്മാ ഒരു ഉടുപ്പ് കൊടുത്തേക്കുമല്ല. അദ്ദേഹത്തിന് കൊല്ലത്തിലൊരിക്കൽ ട്രെയിനിങ് ഉണ്ട്. അതുപോലെ നമ്മുടെ പട്ടാളക്കാർക്ക് ഇപ്പൊ നിലവിലുള്ള പട്ടാളക്കാരെ മറികടന്ന് ആവശ്യം വന്നാൽ ഇവര് യുദ്ധത്തിന് പോകണം. അതേ രീതിയിൽ ട്രെയിനിങ്, അതേ രീതിയിലുള്ള എല്ലാ ഫെസിലിറ്റികളും, ശമ്പളം, പദവി എല്ലാം കൊടുത്തിട്ടുണ്ട് കേണലിന്. ആ മനുഷ്യനാണ് ഈ പറയുന്നത് പോലെ തീവ്രവാദികളുടെ നേതാവായിട്ടുള്ള സിനിമയിൽ അഭിനയിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കുന്നത്. ഇപ്പൊ കേൾക്കുന്നത് ശരിയാണെങ്കിൽ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ പരിപാടിക്ക് പോകുന്നത്, ജമാഅത്ത് ഇസ്ലാമി എന്താണെന്ന് അറിയാമല്ലോ, ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കൊല്ലുന്നത്, ഇന്ത്യയിലുള്ള ഹിന്ദുക്കളെ കൊല്ലുന്നത്, ഇതുപോലെ മതമൂല്യവാദത്തെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു സംഘടനയാണ്. അതിനെ ഒരിക്കലും വെള്ളപൂശാൻ പറ്റത്തില്ല. അതിനകത്ത് മാധ്യമം, പത്രം, അല്ലെങ്കിൽ മീഡിയ വൺ പത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ പരിപാടിക്ക് പോകാൻ പറ്റത്തില്ല. മാധ്യമത്തിനും മീഡിയ വണ്ണിനും അവരുടെ അജണ്ടയാണ്, ജമാഅത്ത് ഇസ്ലാമിയുടെ അജണ്ടയാണ് പാസ്സാക്കുന്നത്. കൈരളിക്കകത്ത് എന്തോ, കൈരളി ഇടതുപക്ഷത്തിന്റെ അജണ്ടയല്ലേ പാസ്സാക്കുന്നത്? ജനം ടിവി എന്തോ, ജന്മഭൂമി എന്തോ, അവര് RSSന്റെ അജണ്ടയല്ലേ പാസ്സാക്കുന്നത്. അപ്പൊ അത് പൊതുവെ ആ പത്രത്തിന്റെ ആളാണെന്ന് പറഞ്ഞിട്ട് ആൾക്കാരൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പരിപാടിക്കകത്ത് അദ്ദേഹം പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, ഈ വാർത്ത ശരിയാണെങ്കിൽ ഈ പറയുന്നത് പോലെ അദ്ദേഹത്തെ സംശയത്തിന്റെ നിഴലിലേക്ക് നമുക്ക് നിർത്തേണ്ടി വരും, അല്ലെങ്കിൽ നോക്കിക്കാണേണ്ടി വരും. അങ്ങനെ ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ ഒക്കുന്ന ഒരു അവസ്ഥയില്ല. ഏതായാലും ഈ വാർത്ത എത്രത്തോളം സത്യസന്ധമാണെന്ന് അറിയണമെങ്കിൽ ഒന്നുകിൽ മാധ്യമം, പത്രം അതിന്റെ വ്യക്തത വരുത്തി തരണം, അല്ലെങ്കിൽ മോഹൻലാൽ അതിന് വ്യക്തത വരുത്തി തരണം. ഇപ്പോൾ തന്നെ ഈ മോഹൻലാലിനെ പറഞ്ഞോണ്ടേ, മോഹൻലാൽ ഹിന്ദുവാണ്, അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരത്തിന്റെ ആളാണ്, RSSന്റെ ആളാണെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ഒരു പ്രചരണമായിരുന്നല്ലോ കിടന്നിരുന്നത്. അല്ലെങ്കിൽ ഹിന്ദുത്വത്തിൽ മുറുകെ പിടിക്കുന്ന ആളാണ്, മാതാമൃതാഞ്ജലിയുടെ പോകുന്ന ആളാണെന്നൊക്കെയാണ് എല്ലാവർക്കും മനസ്സിലായി. ആ ആളിനെയാണ് ഇസ്ലാമിസ്റ്റുകൾ അവരുടെ താല്പര്യത്തിനും അവരുടെ അജണ്ട പാസ്സാക്കുന്നതിനും വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പൊ തഹാവൂറാണെ നമ്മളൊന്ന് പരിശോധിച്ചാലും, തഹാവൂറാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? മലേഗാവ് സ്ഫോടനത്തിന്റെ വിധി ഇന്ന് പറയുന്നത്, ഇന്നോ നാളെ പറയും. മലേഗാവ് സ്ഫോടനം തൊട്ട് ഇങ്ങോട്ട് പരിശോധിക്കുമ്പോൾ തഹാവൂർ ആണ് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്തിരുന്ന സ്ഫോടന പരമ്പരയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, അവർ അന്നിവിടെ 10 പേരാണ് ഇവിടെ ഈ മുംബൈ സ്ഫോടനത്തിന് വന്നത്, അറിയാമോ? 10 പേരുടെ ഐഡന്റിറ്റി കാർഡ് അവര് ഹിന്ദു ഐഡന്റിറ്റി ആക്കിയായിരുന്നു. അത് ഒരാളെ, ഒരു പട്ടാളക്കാരൻ, ഒരു പോലീസുകാരൻ, ധീരനായിട്ടുള്ള ഒരു പോലീസുകാരൻ, അന്ന് അവന്റെ പേര് ജീവനോട് പിടിച്ചുകൊണ്ട് മാത്രമാണ് ഇത് മൊത്തം മുസ്ലിങ്ങളായിരുന്നു ഇവരെ ഹിന്ദു ഐഡന്റിറ്റിയിൽ
ഈ സ്ഫോടനം കഴിഞ്ഞതിന് ശേഷം മരിച്ചു കിടക്കുന്ന അവർ ചാവേറുകളായിരുന്നു, മരിച്ചു കിടക്കുമ്പോൾ പരിശോധിക്കുമ്പോൾ ഹിന്ദുക്കളാണെന്ന് പറഞ്ഞു. ആ ഹിന്ദുക്കൾ ഇന്ത്യയിൽ പ്രശ്നമുണ്ടാക്കി വർഗീയ കലാപം ഉണ്ടാക്കി ഇന്ത്യ നശിപ്പിക്കുന്നതിന് വേണ്ടി എന്നുള്ള പ്രചരണത്തിന് വേണ്ടി അത്ര വിദഗ്ധമായിട്ടായിരുന്നു ഓപ്പറേറ്റ് ചെയ്തത്. ആ ഓപ്പറേഷൻ തന്നെയല്ലേ ഇപ്പൊ ഇത് ഈ മോഹൻലാലിന്റെയും അല്ലെങ്കിൽ പൃഥ്വിരാജിന്റെയും ഒക്കെ പേരിൽ നടക്കുന്ന ആരോപണം ശരിയാണെങ്കിൽ നടക്കുന്നത്. അതായത് മുസ്ലിം ഇസ്ലാമിസ്റ്റുകളുടെ അജണ്ടയും ജമാഅത്തെ ഇസ്ലാമികളുടെ അജണ്ടയും ഒക്കെ ഈ പറയുന്നത് പോലെ ഇവരിൽ കൂടി പാസ്സാക്കുന്നു. അവര് ശരിയാണെന്ന് ഇവരിൽ കൂടി പറയിക്കുന്നു. അവരുടെ ജാതിക്കകത്ത് എന്ന് പറയുമ്പോഴല്ലേ അതിനകത്ത് സംശയം വരുന്നത്. മറ്റ് ജാതി, ഹിന്ദു ജാതി അല്ലെങ്കിൽ ഹിന്ദുത്വ പേര് നടക്കുന്നവർ, ആ സംസ്കാരത്തിലുള്ളവർ പറയുന്നു അവരുടെ ഭാഗം ശരി, അവർ പറയുന്നത് ശരി, അതിനുവേണ്ടി അവരെ ഉപയോഗിക്കുന്നു. അപ്പോൾ തഹാവൂർ റാണ എന്ത് ഇവിടെ ചെയ്തിരുന്നോ എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ, അതായത് അവരുണ്ടാക്കുന്ന സ്ഫോടനം വ്യാജേന ഹിന്ദുക്കളുടെ സ്ഫോടനമാക്കി മാറ്റി ഇന്ത്യ മഹാരാജ്യം നശിപ്പിക്കുന്നതിന് വേണ്ടി നിൽക്കുന്നത് ഹിന്ദുക്കളായിട്ടുള്ള ഹിന്ദു തീവ്രവാദികൾ. അങ്ങനെ തീവ്രവാദികളെ ഇന്ന് ലോകത്തില്ല. വളഘട്ടങ്ങളിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ അത്തരം തീവ്രവാദികളെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. അതുപോലെ തന്നെയാണ് ഇപ്പൊ മോഹൻലാലിന്റെ കാര്യത്തിൽ ശരിയാണെങ്കിൽ വരാൻ പോകുന്നത്. നമ്മൾ വിചാരിച്ചിരുന്ന മോഹൻലാൽ, ഹിന്ദുത്വം ഉയർത്തിപ്പിടിക്കുന്ന മോഹൻലാൽ, ആ സംസ്കാരത്തിന് ഉടമയായിട്ടുള്ള മോഹൻലാൽ, മതേതരവാദിയായിട്ടുള്ള മോഹൻലാൽ, ആ മോഹൻലാൽ അങ്ങനെ അല്ലാതെയാവുകയും ഇസ്ലാമിസ്റ്റുകളുടെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരാളാവുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകും ഈ വാർത്ത ശരിയാണെങ്കിൽ. പക്ഷെ ഞാൻ പോലും അത് വിശ്വസിക്കുന്നില്ല. അതിന് വ്യക്തത വരുന്നത് വരെ ആ വാർത്ത ശരിയാവുന്നതിന് കാരണം എമ്പുരാൻ സിനിമയും അതിനുശേഷം ഈ പറയുന്ന കമോൺ കേരള എന്ന് പറയുന്ന മാധ്യമം സംഘടിപ്പിക്കുന്ന പരിപാടിയിലും, അദ്ദേഹം ദുബായിലാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ മറ്റേ US ഏതോ ഒരു സ്റ്റേറ്റിലാണ്, എന്തായാലും കേരളത്തിന് വെളിയിലാണ്, വിദേശത്താണ് ആണെന്നും അത് സാധൂകരിക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ രാമജന്മഭൂമിയുടെ അല്ലെങ്കിൽ ആ അല്ലെങ്കിൽ പ്രതിഷ്ഠാ ദിനത്തിന് വിളിച്ചിട്ട് മോഹൻലാൽ വളരെ ബുദ്ധിപൂർവ്വം പോകാതിരിക്കുക. അന്ന് വിളിച്ചാൽ പോകാൻ വേണ്ടി നൂറുകണക്കിന് ആൾക്കാർ, കോടീശ്വരന്മാർ അല്ലെങ്കിൽ ലോകത്തുടനീളം നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം പോകാതിരുന്നത്. അതിന് പോകാതിരുന്ന മോഹൻലാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ പരിപാടിക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സംശയിക്കുന്നതിനകത്ത് തെറ്റ് പറയാനൊക്കത്തില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.